ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. 10 വർഷത്തിനകത്ത് ഭൂരഹിതരായ ആദിവാസി സമൂഹത്തിന് 1 സെന്റ് ഭൂമി പോലും ഇടത് സർക്കാർ നൽകിയിട്ടില്ലെന്ന് അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനറൽ കൺവീനർ എം ഗീതാനന്ദൻ. 2009 കൈമാറിയ 19,000 ഏക്കർ ഭൂമി സർക്കാർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും ഗീതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിൽ 2015-16 കാലഘട്ടത്തിൽ ഉരുൾപൊട്ടിയതിന് ശേഷം ഒരു ആദ്യഘട്ടം 50 കുടുംബങ്ങൾക്ക് കൊടുത്തു, പിന്നീട് 240 കൊടുത്തു. അവിടെ ബിന്ദു വിലാസിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതും ഇതേ കാറ്റഗറിയിൽ മലപ്പുറംകാർക്ക് കൊടുക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടക്കുന്നത്. അപ്പം ആലോചിക്കണം, വളരെ ലെജിറ്റിമേറ്റായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് വനംവകുപ്പിൽ നിന്ന് ഒരു 30,000 ഏക്കർ ഭൂമിക്കുള്ള ഒരു പ്രൊപ്പോസൽ പോകുന്നു. 2002 ഒരുപാട് കടമ്പകളുണ്ട് അതിനകത്ത്. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം ധാരാളം ഭൂമി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. റവന്യൂവിലായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഈ പറയുന്ന കൈപ്പാട് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങൾ തുടങ്ങിയ ഭൂമിയെല്ലാം കഴിഞ്ഞ് 530 കോടി രൂപ നെറ്റ് പ്രസന്റ് വാല്യൂ ചെയ്ത് കിട്ടാനായിട്ട് 3.5 വർഷക്കാലം വ്യവഹാര നടപടി കഴിഞ്ഞു. സുപ്രീം കോടതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മനുഷ്യത്വരഹിതമായൊരു വശം. എന്തിനാണ് ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാവർക്കും ഭൂമി കൊടുത്തു എന്നാണ് പറയുന്നത്. 10 വർഷത്തിനുള്ളിൽ 1 സെന്റ് ഭൂമി ഭൂരിതർക്ക് കൊടുക്കാൻ ഇവരേറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട്ടയമേള നടക്കുന്നുണ്ട്. അത് വർഷങ്ങളായി കൈവശം വെക്കുന്ന ഭൂമിക്ക് പട്ടയമേളകൾ നടക്കുന്നു. അതിന് പട്ടയ മിഷനുണ്ട്. തുടങ്ങിയ കാര്യങ്ങളല്ലാതെ ഭൂരഹിതരായുള്ള ആദിവാസികൾക്ക് ലഭ്യമായ ഭൂമി കൊടുക്കാനായി ഇവർ തയ്യാറാകുന്നില്ല. പിന്നെ ദളിതരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമി അനധികൃതമായി വ്യാജരേഖകളുടെ എസ്റ്റേറ്റ് ഉടമകൾ കൈവശം വെക്കുന്ന ഇവർക്കും അറിയാം. അതൊരു പുതിയ കാര്യമല്ല. ചന്ദ്ര സമരം 2010 നടന്നു. അതിനുശേഷം പിന്നീട് ആദിവാസി സമൂഹത്തിനായി കണ്ടെത്തിയ ഭൂമിയിൽ മിക്കയിടത്തും അനധികൃത കയ്യേറ്റം നടക്കുകയാണ്. ഇതിന് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുമുണ്ട്. 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ആദിവാസികൾക്ക് നൽകേണ്ട ഭൂമി അവർക്ക് നൽകുക, എയ്ഡഡ് മേഖലയിലെ ജോലി സംവരണം ഉറപ്പുവരുത്തുക, ആദിവാസി ഭൂമി കയ്യേറ്റം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭമെന്നും ഗീതാനന്ദൻ പറഞ്ഞു. ജില്ലാ ചെയർമാൻ കെ മായാണ്ടി, കൺവീനർ രാധാകൃഷ്ണൻ, വിത്തനശ്ശേരി പ്രസിഡന്റ് കെ വാസുദേവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.